അമ്മേ തോട്ടി വഴങ്ങണന്നെ ഇല്ല. എന്തിനാണ് ഈ തോട്ടി കളിക്കുന്നത്? അതാ മണ്ടയ്ക്ക് വീഴൊന്നും ചെയ്തില്ല. തോട്ടിയോ? തോട്ടി അപ്പുറത്തെ വീട്ടുകാർ കൊണ്ടുപോയതാണ്. തോട്ടിയേ അപ്പുറത്തെ വീട്ടുകാർ കൊണ്ടുപോയതാ. അപ്പൊ അത് കൊണ്ടുവന്ന് വെച്ചതാ. പപ്പൂനെ പേടിച്ചിട്ടേ അവർ തോട്ടി ഇവിടെ തന്നിട്ട് പോയി. നമ്മക്കല്ലേ അറിയുള്ളൂ ഇവൻ പാവാണെന്നുള്ളത്. ഈ ഒരു സൈഡ് നനയുന്നുണ്ട് കേട്ടോ അവൻ്റെ കൂടിൻ്റെ. ഇവിടെ നിന്ന് ഇങ്ങനെ ചീറ്റാലടിച്ചിട്ടേ അപ്പോൾ ഇതിട്ട് കൊടുത്തതാണ് ഞാൻ. അപ്പം ഇതിട്ട് കൊടുത്തപ്പോൾ അവൻ്റെ നനയണില്ല. ചുന്ദരനായി ചുന്ദരൻ. അതിന് ആൾക്കാർ പേടിപ്പിച്ചിട്ട് എന്താ പേടിപ്പിക്കല്, എന്താ അതൊരു പേടിപ്പിക്കല് വെച്ചിട്ടോ. ഇങ്ങനെ അയ്യോ നീ എങ്ങനെയാട്ടോ ശരിയാവുക, എങ്ങനെയാ നീ ശരിയാവുക? നീ ഒരു പാവാണെന്നല്ല എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഇങ്ങനെ കുറച്ചിട്ട് അടുത്തുള്ളവർക്കും കൂടി പേടിപ്പിക്കണോ നീ? ചോറ് കൊടുത്തിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് തൈര് കൂട്ടിയിട്ട് ചോറ് കൊടുത്ത് പറ്റിയിട്ടില്ല. ഇറച്ചി മീനൊന്നും ഇല്ല, മുട്ട ഉണ്ടായിരുന്നില്ല. ചോറ് വേണ്ടാത്ത എന്താ ചോറ് വേണ്ടാത്ത? വേണ്ടെങ്കിൽ കഴിക്കണ്ട അതന്നെ. ആഹാ എന്താ സുഖന്നെ ചെയ്യണ്? പഴുത്തറിന് പൊന്ന എവിടേക്കാ പോണ്? എവിടേക്കാ? ഇവിടെ 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 നിന്ന് തിന്നെ, ഇവിടെ നിന്ന് തിന്നെ, ഇവിടെ നിന്ന് തിന്നെ, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തിന്നടി മുത്തേ. അച്ഛൻ്റെ പൊന്നല്ലേ? അച്ഛടെ പൊന്ന്, അച്ഛൻ്റെ മുത്ത്. ചക്ക പൊടിച്ച് അമ്മ ചക്ക പൊടിച്ചാണേ. കൂട്ടാൻ വെക്കാനാടാ. പഴുക്കും. കുട്ടി അങ്ങോട്ട് ഇരിക്കി. മണ്ണിൽ പോ, ചക്ക മണ്ണിൽ പോവുള്ളൂ. അത് പഴുക്കും പഴുക്കും പഴുക്കും. ഏട്ടാ എന്താ ചെയ്യാ? പഴുത്തോളൂ. ഇതില്ലേ ലാസ്റ്റത്തെ ചക്ക കൂട്ടാനാവും ഇപ്രാവശ്യത്തെ. അതാ എന്താണ് അതില് ചോള ഉണ്ടാവും, പൊട്ടച്ചോള. 2 ഇട്ടാവി. അതാ നിങ്ങള് പേടിക്കണ്ടേ. ഞാനേ ചാടണല്ലേ. വണ്ടി പോയിട്ട് കുത്ത്. റെഡി 1 2 3. ചക്ക മധുരണ്ടോ? അതാ ഇല്ലേ? മധുരില്ലേ? പൊന്ന പണ്ടാ അതാ എന്റെ മണ്ടക്കൊക്കെ എറിയണ്. ചെക്ക സുഖന്നെ. 2 വീണു. ഇതിന് തോട്ടിയിലാണ്ട് കുത്തിയിടുക, ചക്ക കുത്തിയിടുക എന്ന് പറയുന്നുണ്ടോ? തേങ്ങ കുത്തിയിടുന്ന പോലെ. ഈ ഭയങ്കര തമാശക്കാരനാവുന്നുണ്ട് ഈക്കിരി. പാന്തുണ്ട്. അംഗനവാടി കുട്ടികളടുത്ത് അങ്കംപട്ടി ഇപ്പൊ ഇന്റെ അടുത്താണ് അങ്കം പെട്ടണ്. പാന്തുണ്ടോ? പാന്ത് ഏട്ടാ കുഞ്ഞു ചക്കേ എല്ലാരും പാടിരുന്ന് വേഗം അങ്ങോട്ട് നേരെയാക്കിയിട്ടില്ലേ വെള്ളപ്പയറിട്ടിട്ട് കൂട്ടാൻ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതാ കിട്ടില്ല, ഇനിയൊക്കെ മുകളിലാണേ. ഇന്നിപ്പോ ചക്ക കൂട്ടാൻ വെക്കാൻ പോണ അവസാനം. ഓ എന്തേ സുകന്യേ? ഇത് പഴുത്തുണ്ട്, ഇത് പഴുത്തുണ്ട്. ഇനി ഏട്ടാ ചക്ക കൂട്ടാൻ കൂട്ടണമെങ്കിൽ അടുത്ത കൊല്ലം കാക്കേണ്ടി വരും. അതും പഴുത്തുണ്ട് കേട്ടോ. ഇത് പഴുത്തുണ്ട്. ചക്ക കൂട്ടാൻ കൂട്ടണമെങ്കിലേ അടുത്ത കൊല്ലം കാക്കേണ്ടി വരും. അടുത്ത കൊല്ലം വേണോ ഇക്കൊല്ലം വേണോ? വെട്ട് സുകന്യ പുളിച്ചു വെച്ചെങ്കിൽ വെട്ട് പുളിച്ചു വെച്ചെങ്കിൽ താടി പെണ്ണേ പുളിയുണ്ടോ? ഞാൻ വെട്ടി വെച്ചതാ. ഒരു ചൊളാട്ട് നാളേക്കാവൂ. നാളേക്കാ പൊളിക്കൂ. ഏട്ടനെന്താ പറഞ്ഞു? ഈ ചക്ക ചൊടല്ലാന്നതാ. ഇത്ര പോരെ? തിന്നണോ? നിങ്ങളുടെ പരിപാടി നീ മുളഞ്ഞിങ്ങനെ എന്റെ മുണ്ടിൽ കൂടെ അങ്ങനെ മുളഞ്ഞേ. അവിടെ ഇവിടെ ഇട്ട് ചവിട്ടിട്ട് എന്റെ മുണ്ടിന് ബാക്കിൽ നോക്കി വെക്ക്. എന്താ സംഭവം എന്ന് മനസ്സിലാവണം നോക്കുക. എവിടുന്ന് ആയി ദൈവം തമ്പുരാൻ അറിയാം. എന്തോ പഴുത്തതോ? ഏട്ടാ സ്വത്തൂട്ടന്റെ എന്താ തോക്ക് വേണത്രേ. ചോക്കോ? തോക്കോ? അതൊന്നും വേണ്ട. നമ്മക്ക് എന്തിനാ തോക്ക്?
അത് നമുക്ക് വാങ്ങാം. സ്വത്തുട്ടിൻ്റെ ഒന്നും വേണ്ട, നമുക്ക് വേറെ വാങ്ങാം. ആ ആ ശരി ശരി, അതൊന്നും വേണ്ട, നമുക്ക് വേറെ തോക്ക് വാങ്ങേ. ആര്? കുഞ്ഞച്ചൻ്റെ? അതെ, എന്താ കുഞ്ഞച്ചൻ്റെ? എന്താ തേങ്ങയല്ല, മാങ്ങയല്ല, ചക്ക. ഏട്ടാ ഏട്ടാ എന്തോരു മെരട്ടലാവൻ നമ്മളെ മെരട്ടണ വെച്ചിട്ടാ. ഇതിപ്പോ ആർക്കും ഉണ്ടാറില്ല എങ്ങനെ. ഇപ്പൊ എല്ലാരെക്കാട്ടിലും മേലെ ഇപ്പോ എല്ലാരെക്കാട്ടിലും കളിയാക്കണോക്ക്. ആർക്കും ഇങ്ങനെ ഉണ്ടാകുന്നത് എല്ലാരെക്കാട്ടിലും ചെക്കൻ, വല്ലാത്ത ചെക്കൻ തന്നെയാണ് ഇത്. അമ്മടെ ഇല്ലേ മകൻ? ഇവിടുന്നതൊക്കെ പഠിച്ചണ്ടാവോ? അല്ലേട്ടാ അമ്മടെ ഇല്ലേ മകൻ? അമ്മക്ക് ഇങ്ങനത്തെ വിക്രസൊന്നുമില്ല. അമ്മക്ക് ഇങ്ങനത്തെ വിക്രസൊന്നുമില്ല. ടിവിയില് നല്ല എന്താ പാട്ട് വെച്ചു കൊടുത്താ മതി. ഇപ്പൊ അമ്മയൊന്നും ഒന്നുമില്ല അല്ലേ? സുകന്യേ വാ, രണ്ടെണ്ണം അങ്ങോട്ട് ഇതാക്കിയാലേ അമ്മൂനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലോ. ചക്ക അമ്മൂട്ടിക്കാണ് ഏറ്റവും ഇഷ്ടം കൂട്ടാനേ. വല്യമ്മയെ നീ പൊയ്ക്ക. ഈ ചക്ക നേരേക്കുമ്പല്ലേ ചക്ക നേരേക്കണേക്കാളും പകുതി മുക്കാലും ഇവിടെ വയറ്റിൽ പെടും. കാരണം പച്ചച്ചക്ക തിന്നാ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ടോ. ഇനി ഒന്നും കൂടി നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. സുകന്യേ ഒരു ഗ്ലാസ് ചായ വെച്ച് കേട്ടീ. എന്താണ്ടി പണ്ണേ നിനക്ക് എന്നോടൊരു സ്നേഹമില്ലാത്ത. കട്ടനോ പാലോ മധുരം വേണ്ട, മധുരം ഷുഗർ കട്ടാണ്. നീ ഇത് കുടിച്ചോ? പൊന്നൂന് മധുരം വേണോ? ചായമ്പൂര് മധുരം വേണോ? മധുരം കൂട്ടും, മധുരം കൂട്ടണ്ട, മധുരം കൂട്ടാൻ പാടില്ല. ചക്ക കൂട്ടാൻ വെക്കണോ ചക്ക പുഴുക്കുണ്ടാക്കണോ? ചക്കപ്പുഴുക്കുണ്ടാക്കണോ ചക്ക കൂട്ടാൻ വെക്കണോ? ചക്കപ്പുഴുക്കോ? എന്നാ വന്നിട്ട് നേരേക്ക് ഒന്ന് കൂട്, അതാ ചക്കയും കൂടി നേരേക്ക്. ചക്ക കൂട്ടാൻ മതിയില്ലേ? പഴുക്കാത്ത ചക്ക ഞാനില്ലേ. ഇനി എന്തായാലും നമുക്ക് ചക്ക കൂട്ടാനും ചക്കപ്പുഴുക്കൊന്നും വെക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ചക്കയൊക്കെ കഴിഞ്ഞു, മുകളിലാണ്, ഇനി കിട്ടില്ല. കയ്യ് മുറിക്കണ്ട കേട്ടോ, അത് വേണ്ട. നീ വരുന്നു എന്നിട്ട് നീ അവനെ വരട്ട്, നീ സ്വത്തുട്ടിന്റെ വീട്ടിൽ വരരുത്, ഞാൻ പോവും അല്ലേ? അത് നല്ലത്. ഒന്നും എടുക്കണ്ട, നിങ്ങള് ഇവിടെ ഉള്ളതുകൊണ്ട് കളിക്കുക കേട്ടോ. ഇവിടെ ഒന്നുമില്ലേ? അന്ന് വാങ്ങിയ 10-15 വണ്ടികള്. ആ വണ്ടികൾ എവിടെ കാറുകള് എവിടെ? ഓരോ സാധനങ്ങൾ കിട്ടും. ആ എല്ലാതിന്റെ കുട്ടി പറഞ്ഞു. മിണ്ടിയ പറഞ്ഞ നീ പാന്തുണ്ടോന്ന്. അതേപോലെ തന്നെ അല്ലേ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചാ അപ്പൊ അവർ ഒറ്റ കരച്ചില. എന്താ പൊന്നെ അങ്ങനെ പറയുന്നത്? അടിയാണ് കിട്ടും എന്റെ അടുത്ത്. അടി കിട്ടും, അത് വരക്കി കളിക്കും. അടി കിട്ടൂട്ടോ. എന്ത് കൂട്ടാ അത് കൂടണത്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഇപ്പൊ കിട്ടുന്നല്ലേ ഏട്ടാ. ചൊട്ടയിലെ ശീല ചൊടല വരെ പറയോ? ചായ വെക്കരി പെണ്ണേ. കരയിപ്പിക്കണ്ട. ഇത് മൂക്കണേള്ളൂ. ഇത് നോക്ക്. മൂത്തക്കണേ ചോള തിങ്ങിട്ട് കണ്ടതില്. പെണ്ണൊരുത്തി, നല്ല പെണ്ണൊരുത്തി. ചെമ്പരത്തി എന്ത് പാട്ടൊക്കെ ഇത്? മഴ കണ്ടില്ലേ? മഴ പെയ്യാൻ മഴ എങ്ങനെയുണ്ട്?
കുഞ്ഞമ്മേ എന്റെ ചെരുപ്പിന് ചളിയാക്കണ്ട കേട്ടോ. ഈ മര്യാദയ്ക്ക് അവിടെ ചാ വീഴും. അങ്ങനെയല്ല ചെരുപ്പിടുക. ഇന്നേ കൂട്ടാൻ രാവിലെ മുതിരപ്പുളി വെച്ചു കേട്ടോ. മുതിരപ്പുളി മുട്ടക്രോസ് ഉപ്പേരിയും തൈരുമാണ് കേട്ടോ. നമ്മൾ മുതിരപ്പുളി വെക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി വേണ്ടവർ പറഞ്ഞോളൂ, ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ആ മഴയത്ത് എന്തിനാ ഇരിക്കണേ നീ? ഇതല്ലേ ഉള്ളൂ. മഴ വരുന്നുണ്ട്. ആ പാഴത്തെ ചക്ക അച്ഛ വെട്ടിത്തരൊത്തെ വെട്ടിത്തര. നീ ഇപ്പൊ തിന്നില്ലേ? ഇതില്ലേ അധികം മൂത്തിട്ടില്ല കേട്ടോ. എല്ലാം മൂത്തില്ലേ? ചക്കപ്പുഴുക്ക് അത്ര വേണ്ട കേട്ടാ. അതെ, എന്താ ഉണ്ടാക്കിക്കോ. ചക്കയും ചിക്കനും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇന്ന് ചിക്കൻ വാങ്ങണ്ട, നാളെ മതി. നാളെ ചിക്കനും. നാളെ നമ്മളില്ലേ വേറൊരു സംഭവം എന്തെങ്കിലും ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കൊറേ മഴച്ചാറിൽ വെള്ളണ്ടോണ്ണി. മഴച്ചാറിൽ വെള്ളല്ലേ കിച്ചോ? കയ്യും കാലും കേട്ടേന്ന് കളിക്കാൻ പോയതാട്ടോ. ഓംപ്ലേറ്റ് അല്ലേ, ബുൾസൈ. അതാ ഇനി അവന്റെ തലയിൽ കൊടുക്കണ്ട. ബുൾസൈ അങ്ങനെ കഴിക്കാതെ ചെയ്യേ. എന്നാ അത് മറിച്ചിടുന്ന എന്നിട്ട് ഒന്നുകൂടെ ചൂടായിക്കോ. അതങ്ങനെ വെന്തോളൂ. ഇനി എന്താ ചെയ്യേ? അങ്ങട് മറിച്ചിടും, കുറെ ഇങ്ങട് മറിച്ചിടും. എന്നാ മതി. അത് വേണ്ടത്ര. അവൻ ആ പ്ലേറ്റ് കിട്ടും. കുഞ്ഞിന് ചോറ് വേണ്ടേ? എന്ത് അല്ലെങ്കിൽ നേരെ സമയത്ത് കഴിക്കണേ. പൊന്നൂസോ? ആ ശരി. പിന്നെ നമ്മളെ കൂട്ടുകാരെല്ലാരും പറയുന്നുണ്ട് നമ്മളേത്തെ എന്തെന്നറിയോ, നമുക്ക് മോളിക്കില്ലേ മോളില് ഷീറ്റ് ഇട്ടിട്ടേ, വീടിന്റെ മുകളില് ഷീറ്റ് ഇട്ടിട്ടേ അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടേ അവിടെ തുണി തിരുമ്പിട്ട് ഇടാനുള്ള സൗകര്യല്ലേ, അങ്ങനെ ആക്കിക്കൂടെയെന്ന്. നമുക്ക് തുണി തിരുമ്പിട്ട് ഇടാനുള്ള സൗകര്യം ഇഷ്ടം പോലെ വീടിന്റെ ബേക്കിലുണ്ട് കേട്ടോ. പക്ഷെ ബേക്കിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, തുണി ഉണങ്ങി കിട്ടില്ല എന്ന്. അത് വേറൊരു കാര്യം. അത് അപ്പുറത്ത് നല്ല മരങ്ങളല്ലേ, അതുകൊണ്ട് അവിടെ കാറ്റൊന്നും കൊള്ളാൻ വഴിയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് 2 ചക്കയാണ് കണ്ടോ, കുഞ്ഞി ചക്ക കഴിഞ്ഞു. എന്താ നല്ല മണം വരുന്നുണ്ടല്ലോ. അടുത്ത വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചായ വെക്കണേ? ചായ വെക്കുന്നതല്ല, എണ്ണക്കടി ഉണ്ടാക്കണതിന്റെ മണം. സുവിനിയുടെ ചായക്ക് ഇത്ര മണം? അത് കിച്ചു മുട്ടുണ്ടാക്കിയതിന്റെ മണാണ്. കണ്ടോ, എന്നെ ആരും അച്ഛൻ കൂടി ഒന്നും സഹായിക്കണില്ല. അച്ഛനിപ്പോ അവിടെ ഞാൻ പോട്ടേന്ന്. എവിടേക്കാ പോണ്? കുറച്ച് മിച്ചറുണ്ട് അവിടെ ഇരിക്കണു. ചായക്കടി അവിടെ ഉണ്ടാവും. മിച്ചറുണ്ട്, നിലക്കടല ഉണ്ട് ഇരിക്കണു, തൈര് കുടിക്കാനും. രാത്രിക്ക് വൈകുന്നേരം ആകുമ്പോ സാലഡ് ഉണ്ടാക്കാൻ 40 രൂപ കിട്ടോ തൈരിന്. ആദ്യം 35 അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ തൈരിന് 40 രൂപ ആയിക്കണു. എല്ലാ സാധനങ്ങൾക്കും വില കൂടി എവിടേക്കാ പോണാണാവോ അല്ലേ. ഇനി ഞാൻ ഇതെടുത്തിട്ട് ഉള്ളിക്ക് കയറണ്ടേ വിചാരിച്ചിട്ടാട്ടോ ഇവിടെ തന്നെ ഇരിക്കണത്. ഇവിടെ ചെയ്യുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇന്നലെ മുതൽ മഴയില്ല. ഇന്നലെ ഏകദേശം ഉച്ചയോടെ കൂടി നിന്നാണ്. ആരാ പറഞ്ഞത്? ജയിലുള്ളവർക്കോ? അപ്പൊ അവർക്കുള്ള ബിരിയാണി ആരാ കൊടുക്കുക? ഈ കൊടുക്കും. ഇവിടെ ബിരിയാണി മട്ടനും പൊട്ടനൊക്കെ കൊടുക്കുന്നത്. അത് തമിഴ്നാടല്ലേ? അയാൾ എന്തായാലും മിടുക്കനായി അല്ലേ. എന്താണ് അമ്പിടിച്ചു ചെരുപ്പിട്ടിട്ട് വരണോ?
ഇനി ഇവിടെ മഴച്ചാലിൽ കൊണ്ടിട്ട് ഇങ്ങോട്ട് കയറുന്ന കുട്ടി മഴച്ചാലിൽ പോട്ടെ. ചക്ക നേരേക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണേക്കാളും നല്ലതാട്ടോ മണ്ണെണ്ണ. മണ്ണെണ്ണിട്ട് വേഗം പോവും മുളഞ്ഞ്. വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വഴി കളിക്കുന്നു. ചക്ക നേരേക്കൽ കഴിഞ്ഞു. എനിക്ക് ആദ്യമല്ലേ ഭയങ്കര മടിയായിരുന്നു ചക്ക നേരേക്ക. ഇപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര മടിയൊന്നുമില്ല കേട്ടോ. ഒറ്റയ്ക്ക് ആരും ഇല്ലെങ്കിലും ഞാൻ നേരേക്കലല്ല പ്രശ്നം, ചക്ക നേരേക്ക് വേണ്ടി കൈ വൃത്തിയാക്കല പ്രശ്നം. കൈ വൃത്തിയാക്കണേക്കാളും എനിക്ക് ദേഷ്യം വരില്ല. ഇവിടെ ഒരുപാട് വൃത്തിയാക്കണതാ. പിന്നെ അത് കഴിഞ്ഞ് ഇത് വൃത്തിയാക്കണ്ടേ? പിന്നെ അത് കഴിഞ്ഞ് ഇത് വൃത്തിയാക്കണ്ടേ അറിയാം. അല്ല പറയുക, ചക്ക ആദ്യം ചക്ക നേരേക്ക ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഞാൻ 2 ചക്കയൊക്കെ ഒറ്റയ്ക്ക് ഇത്ര പോകുന്നല്ല കേട്ടോ. വലുതാണെന്ന് വെച്ചാൽ ഇന്ന് നേരേക്കും. എന്താ ചക്കപ്പുഴുക്കൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമായതും കൊണ്ടേ നാളെ കുടിക്കാനുള്ളതല്ലേ. തൊണ്ട പൊള്ളിച്ച് കൊണ്ട് ഇനി ആശുപത്രി കൊണ്ടുവരും ഞാൻ. ഇങ്ങനെ തിളച്ച് ഒരുപാട്. ഇപ്പൊ പൊതുവേ ചൂട് പറ്റില്ല ചായക്ക്. ചൂടിലൊന്നും പറ്റില്ല ഇപ്പൊ. പണ്ട് എത്ര ചൂടിൽ കിട്ടിയാലും ഊതി കുടിക്കാൻ പറ്റിയായിരുന്നു. ഏട്ടന് തീരെ പറ്റില്ല കേട്ടോ. പറ്റില്ല, അതിനെ ഞാൻ പറഞ്ഞു. തീരെ പറ്റില്ല. ചൂടാണ് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താ എന്റെ തൊള്ള പൊള്ളിക്കാനാ ചോദിക്കും. നല്ല പൊള്ളുണ്ടേ. ഇപ്പൊ പറ്റിയേയില്ല. പിന്നല്ലേ കുറെ കൂട്ടുകാർ ചോദിച്ചിരുന്നേ, ഏട്ടൻ എന്താ പണിക്കും തുരത്തിനൊന്നും പോവാണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. അപ്പം അതിന് ഞാൻ പറയട്ടെ, പണിയുള്ള സമയത്തല്ലേ പോവുക. പണിയില്ലാത്ത സമയത്ത് എന്താ ചെയ്യുക, വീഡിയോ എടുക്കാൻ നിൽക്കും. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ. എന്താ കുറേ കൂട്ടുകാർ 2-3 പേര്, കുറേ കൂട്ടുകാരല്ലേ 2-3 പേര് എനിക്ക് ഇൻസ്റ്റയിൽ കൂടെ മെസ്സേജ് ഇട്ടിരുന്നു, ചേച്ചി എഡിറ്റ് ചെയ്യാൻ ആളെ വേണോ എന്ന് പറഞ്ഞിട്ട്. ഇത് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഉള്ള കാര്യം പറയാലോ. അനിയേട്ടനും അമ്മും ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു. ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത സമയത്തൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ എഡിറ്റ് എല്ലാവർക്കും അറിയില്ലല്ലോ എന്താണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ അതും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും അറിയുന്ന ഒരാളുണ്ടാവുണ്ടോ? അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ഇടാൻ പറ്റേ. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക്, ഞാൻ എൻ്റെ പറയാലോ, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും നടക്കില്ല. അപ്പോൾ ഏട്ടൻ എന്താ കൂടെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്കൊരാശ്വാസമാണ് കേട്ടോ. അപ്പോൾ സുകന്യയ്ക്ക് എന്താ ചാനൽ തുടങ്ങേണ്ട പറയുന്നത്, സുകന്യ പറയുന്നത് ഈ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പണിയാണ്. ഏറ്റവും വലിയ നമുക്ക് ഈ വീഡിയോ എങ്ങനെ എടുക്കുക. അതാ അതുപോലെയല്ല ഇത്. സുകന്യക്ക് ഒരു ചാനൽ തുടങ്ങണം. സുകന്യ ഒരു ചാനൽ തുടങ്ങും. നമുക്ക് പറ്റുമ്പോഴൊക്കെ വീഡിയോ ഇടും. നമ്മളൊക്കെ അല്ലേ പിന്നെന്താണ് ഈ പേടിക്കുന്നത്. അപ്പോൾ നമുക്ക് നുണ വേണമെങ്കിൽ പറയായിരുന്നു. എന്തെന്നറിയാം, നുണ പറയാം, ഏട്ടൻ പണിക്ക് പോയിരിക്കുകയാണ്, ഏട്ടപ്പം മിണ്ടാതിരിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് ചെയ്യാമായിരുന്നു. ചിലവർ കൂട്ടുകാർ പറയും അനിയേട്ടൻ വീട്ടിലിരുന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്തൊന്നും അനിയേട്ടനല്ല വീഡിയോ എടുക്കണത്. എത്ര കൂട്ടുകാർക്ക് പറഞ്ഞാലും അറിയില്ല അല്ലേ സുകന്യെ? എത്ര പറഞ്ഞാലും അനിയേട്ടനല്ല വീഡിയോ എടുക്കണത് പറഞ്ഞു കഴിഞ്ഞു വെച്ചാലും എന്താ അവർ അനിയേട്ടൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അനിയേട്ടൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാം. അനിയേട്ടൻ മിണ്ടാതിരിക്കില്ല. അപ്പോൾ എനിക്കാണ് പറഞ്ഞു വെച്ചാൽ ഇല്ലേട്ടാ എന്നുള്ളത് എനിക്ക് വരും കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് പോണതാണ്. ഇപ്പോൾ കൂട്ടുകാർ ചോദിക്കുമ്പോൾ പണിയുള്ള സമയത്ത് ഇപ്പോൾ പൊതുവേ പണി കുറവാണ് അവരുടെ. പിന്നെ പണി പിടിച്ച് വേറെയുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻറ്റീരിയലിൻ്റെ വർക്കുകളും മരപ്പണികളും കമ്മിയായി. ഇപ്പം അധികം ആൾക്കാരും ഈ അലുമിനിയത്തിൻ്റെ ഇപ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ വന്നില്ലേ, എല്ലാവർക്കും റെഡിമെയ്ഡ് വാതിലും കാര്യങ്ങളൊക്കെ മതി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എങ്ങനെ ഒരു ദിവസം മുടക്കാതെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മൾ രാവിലെ 4:30 തുടങ്ങുന്ന കുസ്തി വൈകുന്നേരം 11:30 വരെ ഇതിന്റെ പിന്നാലെ നമ്മൾ കിടന്ന് കുത്തി മറിയുണ്ട്. എല്ലാവർക്കും മനസ്സിലായില്ലത് എന്താ സംഭവം എന്നുള്ളത്. സത്യം നോക്കുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് എത്രയെന്നുള്ളത് അറിയൂ. സത്യം പറയാ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിന്. ഇപ്പൊ പണിയില്ലാത്തപ്പോൾ നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ എത്ര ആൾക്കാർ ചെയ്യണ പോലെ നമ്മുടെ കൂട്ടുകാർ ചെയ്യണ പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പൈസയ്ക്ക് ആളെ നിർത്തിയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള വരുമാനമൊന്നും നമുക്കില്ല. വരുമാനം ഇല്ല എന്നല്ല പറയുന്നത്, വരുമാനമുണ്ട്. അതിനുള്ള വരുമാനം നമുക്കില്ല കേട്ടോ. നമുക്ക് അറിയാലോ, നമ്മൾ വലിയൊരു കറണ്ടും പോയി അത്യാവശ്യം നല്ലൊരു കുടുംബമായതുകൊണ്ട് നമുക്കതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇല്ലേ സുകന്യെ? എന്തൊന്നും ഉണ്ടാത്തത്? അതാ കണ്ണ് കാണാണ്ടാക്കെ പുറത്തേക്ക് കളഞ്ഞു. എനിക്ക് കറണ്ടും പോയിട്ടോ. ഇനി ചോറ് വയ്ക്കണം, ഇവർക്ക് പുഴുക്കുണ്ടാക്കണം പറഞ്ഞാൽ ഇത് ചില്ലറ പണിയല്ല കേട്ടോ. ഇത് നേരേക്കൊന്ന് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം വേണം. എന്നിട്ട് നല്ല ചക്കപ്പുഴുക്കും നല്ല കാന്താരി ചമ്മന്തിയും തൈരിട്ടിട്ടുള്ള ചമ്മന്തിയും അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാടല്ലോ. നിർത്തിക്കൊന്നും കാണില്ല, വീഡിയോ നിർത്തിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എപ്പോഴാ
എപ്പോഴാണ് വരിക എന്നറിയില്ല. അപ്പോഴേ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തട്ടെ. ഞങ്ങൾ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കട്ടോ. ഇന്ന് ഞങ്ങൾ എല്ലാവരും പാടെ സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ല. ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞു വെച്ചാൽ നാളെ നമുക്ക് എന്തിന് നമുക്ക് ചെമ്മീന് കാണാം, ഒന്നുകൂടെ പുതിയത്. ആ കറുത്തമ്മേ കണ്ടിട്ട് നട്ടഭ്രാന്ത് പിടിച്ചത് ഭാഗ്യം. പിന്നെ അല്ല ടിവിന്ന് കണ്ടിട്ട് നട്ടഭ്രാന്ത് പിടിച്ചത് എത്ര പ്രാവശ്യം ഇത് കാണുന്നത്. ഏട്ടാ അവൾക്കൊരു ടിക്കറ്റ് ഈ കണ്ടിട്ടില്ല അത്. സൂര്യയിലും ഒക്കെ വന്നിട്ട് മടുത്തറൊക്കെ അവൾക്കൊരു ടിക്കറ്റ് എടുത്ത് കൊടുക്കട്ടാ. പൊന്നൂസില്ലേ എന്താ അംഗലവാടി പോകുമ്പോ അവൾക്കൊരു ടിക്കറ്റ് എടുത്ത് അവളെ ഒന്ന് കൊണ്ടേക്ക് കൊടുക്ക്. നിങ്ങൾ അവളെ കാപ്പി എവിടെ കളിക്കുന്നത്? അവള് കൊച്ചിയില് ഇന്നലെ ഇന്ന് രാവിലെ നീച്ചു വന്നിട്ട് ഏടത്തിയമ്മ ആ ചെക്കൻ കുട്ടികളും പെൺകുട്ടികളൊക്കെ അല്ലേ തപ്പ് കൊട്ടണു ഏടത്തിയമ്മന്ന്. ഞാന് അത് അവർക്കൊക്കെ പറ്റിയ പടം തന്നെ. നമ്മള് പോയി കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്താവും. അല്ലേട്ടാ കുട്ടികൾ കാണുന്ന പാടാ. കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ? നമുക്കൊന്നും പറ്റിയല്ല സുകന്യെ. സുകന്യക്ക് അത് സുകന്യ ഇന്ന് രാവിലെ ഞാനില്ലേ കൂട്ടാൻ വെക്കുമ്പോ സുകന്യ കാര്യമായിട്ട് ഇതിന്റെ കൂട്ടം കൂടെയാണ്. അവള് പറയണ ഈ അടുത്തിയമ്മ അവൻ ഇവിടെ വന്ന എന്തായിരിക്കും അവസ്ഥ. നേരെ നമ്മൾ നോക്കും. അതാണ് പറയുന്നത്. മേജർ രവീനെ കണ്ടപ്പോ കൈ തന്നപ്പോല്ലേ നോക്കി നിന്നു അയാളെ. എന്താണ് കൈ കൊടുക്കുകയാണോ ചെയ്യണ്ടേ അയാൾ? കാരണം നമ്മൾ ഈ എന്താ പടത്തിൽ മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് മൂപ്പരാള് വന്നു വന്നപ്പോൾ ഞാനില്ലേ നേരെ ഒന്ന് നോക്കി എന്നിട്ട് അച്ഛൻ പറയണ അതുപോലെ ആയിരിക്കും നമ്മൾ. ഇപ്പൊ അല്ലു അർജുൻ വന്നു കഴിഞ്ഞു വെച്ചാൽ എന്താ നമ്മൾ നേരെ നോക്കും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ, കാണും. സുകന്യക്ക് അതാണ് വെച്ചാൽ ഏടത്തിയമ്മ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെ? ഏടത്തിയമ്മ കാണാൻ നിനക്ക് അവനെ കാണണ്ടേ? വാ. അപ്പൊ ഞങ്ങൾക്ക് മിച്ചർ വേണ്ടേ? ഞങ്ങൾക്ക് മിച്ചർ കിട്ടിയില്ല. എത്ര നേരം ചായക്ക് കടി ഒന്നും കിട്ടിയില്ല. കറണ്ടൊക്കെ പോയിട്ടോ. ഇതാ മഴ ചാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനില്ലേ ഇവർക്ക് പുഴുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. എന്തായാലും പുഴുക്കുണ്ടാക്കുന്നത് വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇതെന്താ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, പച്ചമുളക്, കറിവേപ്പില ഒക്കെ പാടെ ഒന്ന് ചതച്ചെടുക്കും. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടില്ലേ ഇളക്കി നല്ല യോജിപ്പിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വാങ്ങുക. എന്നിട്ട് നല്ല ചമ്മന്തി കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുക തന്നെ. ചക്കപ്പുഴുക്കിന്റെ വീഡിയോ അടുത്തല്ലേ കാണാൻ പറ്റും. ഇനി ചക്കപ്പുഴുക്കിന്റെ പറ്റുമോ നോക്കട്ടെ. നമ്മളതിന് മുന്നേ എന്തായാലും ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ കിട്ടെ. നിങ്ങൾക്കില്ലേ ചക്കപ്പുഴുക്കിന്റെ കൂടെ ചിക്കൻ കറിയാണോ ഇഷ്ടം, മീൻ കറിയാണോ ഇഷ്ടം, അതേപോലെ അച്ചാർ കൂട്ടി കഴിക്കണ? ചിക്കൻ കറി അല്ലേ ഫസ്റ്റ് ഇഷ്ടണ്ടാവുക, പിന്നെ മീൻ കറി അല്ല. അച്ചാർ കൂട്ടിയിട്ട് ചക്കപ്പുഴുക്ക് കഴിച്ചിട്ടുണ്ടോ? മാങ്ങച്ചാറ് കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ട് എനിക്കിഷ്ടമായി. നിങ്ങൾ ആരെങ്കിലും അച്ചാർ കൂട്ടിയിട്ട് ചക്കപ്പുഴുക്ക് കഴിച്ചിട്ടുണ്ടോ? ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതും കൂടി ഒന്ന് പറയുകൊണ്ടോ. എനിക്ക് പിന്നെ നമ്മളില്ലേ നല്ല കട്ട തൈരിൽ ഒരു കാന്താരി മുളകും ചെറിയുള്ളിയും വട അങ്ങോട്ട് ഉടച്ച് ചേർത്തിട്ടില്ലേ ചക്കപ്പുഴുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ അല്ലേ? സോനിയ നമുക്ക് ബൈ ബൈ പറയൂ.